രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമൻ അയോധ്യയിൽ രാജാവായി വാഴുന്ന കാലം ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന് ഒരു ആഗ്രഹമുണ്ടായി. താൻ കണ്ടതും അനുഭവിച്ചതുമായ രാമന്റെ മഹത്തായ കഥ ലോകം മുഴുവൻ അറിയണം. അങ്ങനെ ഹനുമാൻ ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിലേക്ക് പോയി. അവിടെയുള്ള ഒരു വലിയ പാറയിൽ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ശ്രീരാമന്റെ കഥ കൊത്തിവെക്കാൻ തുടങ്ങി. രാമന്റെ ജനനം മുതൽ സീതാന്വേഷണം, ലങ്കാദഹനം, യുദ്ധവിജയം വരെയുള്ള ഓരോ കാര്യങ്ങളും അതിമനോഹരമായി കവിതാരൂപത്തിൽ ഹനുമാൻ അതിൽ രേഖപ്പെടുത്തി. ഈ കൃതി ഹനുമന്ത് രാമായണം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അതേസമയം വാൽമീകി മഹർഷി താൻ എഴുതിയ രാമായണം പൂർത്തിയാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കാവ്യമാണ് താൻ രചിച്ചത് എന്ന വിശ്വാസത്തിൽ വാൽമീകി സന്തോഷവാനായിരുന്നു. ഒരു നാൾ വാൽമീകി മഹർഷി ഹിമാലയത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഹനുമാൻ കൊത്തിവെച്ച രാമായണം കാണാനിടയായി. ഹനുമാന്റെ രാമായണം വായിച്ചപ്പോൾ വാൽമീകി അത്ഭുതപ്പെട്ടുപോയി. അതിമനോഹരവും താൻ എഴുതിയതിനേക്കാൾ ശ്രേഷ്ഠവുമായ ആ രാമായണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി. തന്റെ രാമായണം ആരും സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം ഭയന്നു. വാൽമീകിയുടെ സങ്കടം കണ്ട ഹനുമാൻ കാര്യം തിരക്കി. വാൽമീകി തന്റെ ആശങ്കകൾ തുറന്നു പറഞ്ഞു. ഹനുമാൻ അല്പനേരം ആലോചിച്ചു. രാമന്റെ കഥ ലോകത്ത് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഹനുമാൻ അറിയാമായിരുന്നു. പക്ഷേ 2 രാമായണങ്ങൾ ഉണ്ടായാൽ വാൽമീകിയുടെ പ്രയത്നം പാഴാകുമെന്ന് ഹനുമാന് മനസ്സിലായി. ഒടുവിൽ ഹനുമാൻ ഒരു വലിയ തീരുമാനമെടുത്തു. തന്റെ പ്രശസ്തിയേക്കാൾ വാൽമീകിയുടെ രാമായണം ലോകത്ത് നിലനിൽക്കണം എന്ന് ഹനുമാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഹനുമാൻ താൻ കൊത്തിവെച്ച രാമായണം മുഴുവൻ നശിപ്പിച്ചു. രചിച്ച പാറകൾ പൊട്ടിച്ച് സമുദ്രത്തിലെറിഞ്ഞു. ഹനുമാന്റെ ഈ നിസ്വാർത്ഥമായ പ്രവൃത്തിയിൽ വാൽമീകി മഹർഷിക്ക് വലിയ സന്തോഷവും ആശ്വാസവും തോന്നി. അങ്ങനെ വാൽമീകി എഴുതിയ രാമായണം ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്തു. ജയ് ശ്രീരാം.